met Mr. Mano Ranjan. നമസ്കാരം സർ. ക്യാമ്പൺ സാറിന്റെ ക്ലോസപ്പിലേക്ക് പോ. ആ ഓക്കെ ഓക്കെ. പടത്തെ പറ്റി നിറയെ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് അവരോട് പറഞ്ഞായിരുന്നു. ഇതിനെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കരുതെന്ന് സാറ് പറഞ്ഞായിരുന്നു. എന്താ സാർ എന്തേലും മൂഡ് ഔട്ടി പറഞ്ഞതായിരിക്കും അത്? സാറ് നല്ല മൂഡിലൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എന്തോ തലവേദനയാണെന്ന് പറഞ്ഞു കോഫിയും കൊടുത്തു. ഓക്കെ. പിന്നെ സാറിന്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു. ആര്? ദേ നോക്കിയേ, ആ സെക്കൻഡ് റോയിൽ കോട്ടിട്ടിരിക്കുന്നില്ലേ, അയാൾ തന്നെ. അയാൾ എനിക്കൊരു കാർഡ് തന്നായിരുന്നു. ഞാൻ ഒന്ന് നോക്കട്ടെ. ആ ഇത് തന്നെ എന്റെ കയ്യിൽ. ആ ജേക്കബ് സക്കറിയ, അത് തന്നെ. അനു ഒരുപാട് ഒലിപ്പിക്കല്ലേ. സ്റ്റാർട്ട്. സർ, നിങ്ങളുടെ ഓരോ ചിത്രത്തിലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് മൊമെന്റ്സ് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ കഥയിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവം പറയുമോ? ഇത് താങ്ക് യു, ഐ എം സോ ഹോണർഡ്. താങ്ക് യു സർ. എന്നാൽ ഈ വേദിയിൽ എന്താണ് പ്രത്യേകിച്ചുള്ള വിശേഷം? എന്താ സർ ഇത്രമാത്രം ആലോചിക്കുന്നത്? ഈ കയ്യടി തന്നെ ഒരു വിശേഷമല്ലേ സർ? സാറിന്റെ ഒരു കാര്യം, ഈ കയ്യടിയൊക്കെ ഒരുപാട് ലഭിച്ചിട്ടുള്ളതല്ലേ? ലഭിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു കലാകാരനെ സംബന്ധിച്ച് അടുത്ത കയ്യടി എപ്പോൾ കിട്ടുന്ന ഒരു ഗ്യാരണ്ടി കിട്ടിയാ കിട്ടി. സോ ഇനിയും ഒരു കയ്യടി ലഭിക്കുകയോ ഇല്ലയോ എന്നുള്ളതിൽ എനിക്കും ചെറിയ സംശയമൊക്കെ ഉണ്ട്. താങ്ക് യു. ക്യാമ്പ് 3 ഓഡിയൻസിലേക്ക് പാൻ ചെയ്യൂ. ആ ഓക്കെ ഹോൾഡ്. കണ്ടില്ലേ സാറിന്റെ സങ്കടം പെട്ടെന്ന് തീർന്നത്? വെൽ, കുറച്ച് പിന്നിലേക്ക് പോകാം. അപ്പു മനോരഞ്ജന്റെ വയസ്സ് 24. സാർ ചെയ്തിട്ടുള്ള 5 പടങ്ങളും ക്ലാസിക്. അതൊക്കെ ബാലചന്ദ്രൻ സാറിന്റെ ഡയറക്ഷൻ ആയിരുന്നു. അടുത്തതായി 6ാമത്തെ പടവും ചെയ്യാൻ പോവുകയാണ്. മെഗാ ബഡ്ജറ്റ് വിച്ച് മേഡ് യു എ ഹ്യൂജ് സ്റ്റാർ. ഐ മീൻ വി ഓൾ നോ ദാറ്റ്. ആ പടത്തിന്റെ പ്രൊഡ്യൂസർ സാറിന്റെ അമ്മായച്ചനാണ്. ആ വർഷം തന്നെയായിരുന്നു സാറിന്റെ കല്യാണവും കഴിഞ്ഞത്. ആ സമയത്ത് നെഞ്ചിൽ കൈവച്ച് പറയൂ സർ, മിസ്റ്റർ മനോ മോഹിച്ചതും സ്നേഹിച്ചതും സിനിമയെ തന്നെയാണോ അതോ അന്നത്തെ മിസ് വരലക്ഷ്മിയാണോ? നിങ്ങൾ അവളെക്കാളും സിനിമയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ നിങ്ങളവളെ കൈവിട്ടത് അവളെ ഒരുപാട് വേദനിപ്പിച്ചു. നിങ്ങളുടെ ഫാദറിലോ നിറയെ പണവുമായിട്ട് അവളുടെ ഒക്കെ ചെന്നു നിങ്ങളെ വിട്ടു പോകാൻ വേണ്ടി. ആ സമയത്ത് അവൾക്ക് പൈസ അത്യാവശ്യമുണ്ടായിരുന്നെങ്കിലും അവളത് തൊട്ടില്ല. At times she was carrying no child. അവൾ ആ പൈസയും വാങ്ങിയില്ല, അബോർഷനും ചെയ്തില്ല. അല്ല, അന്ന് ആ കുഞ്ഞിനെ നശിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ മോള് മനോന്മണിയെ കിട്ടുമായിരുന്നു. മനോന്മണി യാമിനിട്ട പേരാ. ഞാനോ? ഞങ്ങൾക്കിനിയൊരു മോള് കൂടിയുണ്ട്, എലിസബത്ത്. നിങ്ങൾ വളരെ വലിയ മനുഷ്യനേ. എല്ലാവരും എന്നോട് കള്ളം പറഞ്ഞു, സുഖ പോലും. ഹേ വിട് സാർ, അതെല്ലാം പഴയ കഥ. നിങ്ങൾക്ക് നല്ലത് പറഞ്ഞോന്ന് കരുതിയാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. യുനോ, ആ സമയത്തൊക്കെ എൻ്റെ ഈ സിനിമാ ജീവിതം എന്ന് പറയുന്നത് തന്നെ പൂർണ്ണചന്ദ്ര റാവുവിൻ്റെ കയ്യിലായിരുന്നു. നന്നേ ചെറുപ്പം, വലിയ ആഗ്രഹങ്ങൾ, കൺഫ്യൂഷൻ കാരണം ജീവിതം തന്നെ. വി ആർ കാത്തലിക്സ്, യുനോ. ഞാൻ എൻ്റെ അമ്മയോട് പറയാൻ പോയപ്പോഴേക്കും സോറി, ഇറ്റ്സ് ഓക്കെ. വെൻ ഐ സ്പോക്ക് ടു മൈ മോം, അമ്മ ഇത് വേണ്ടാന്ന് കൂടി പറഞ്ഞില്ല. ഞാൻ കണ്ട ഈ ലോകത്ത് വെച്ച് 2 ഗ്രേറ്റ് ലേഡീസ്, ഒന്നെൻ്റെ അമ്മ, ഒന്ന് യാമിനി. എന്നാലിപ്പോൾ 2 പേരും ഇല്ല. ഐ എം സോറി യാമിനി, ഷീസ് നോ മോർ നൗ. അവള് പോയി. ഇറ്റ് വാസ് എ ബാഡ് ആക്സിഡന്റ്. എൻ്റെ ഭാര്യയുടെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. മനോന്മണി അവളുടെ സ്വന്തം അച്ഛനെ ഒരു തവണയെങ്കിലും കാണണമെന്നുള്ളത് യാമിനിയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു. എനിക്ക് വേറൊരു സഹായവും വേണ്ട. അവൾ ചോദിച്ച ഒന്നും
അവരുടെ ഒരാഗ്രഹവും ഇന്നുവരെ ഞാൻ സാധിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ടാ. പ്ലീസ്. യു മസ്റ്റ് ഹാവ് ലൗഡ് ഹെയർ. ഐ സ്റ്റിൽ ഡു സർ. ഐ എം വെരി സോറി. എൻ്റെ ഡോട്ടറിന് സോറി, നിങ്ങളുടെ ഡോട്ടർ. രണ്ടും ഒന്ന് തന്നെയല്ലേ സാർ? താങ്ക് യു. ഇന്ന് അവൾക്ക് ഈ കാര്യം അറിയാമോ? അറിയാം. എന്നാ വൈകി അറിയിച്ചത്. ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഡിഗ്രി? കാലം കടന്നുകൊണ്ടിരിക്കല്ലേ മനു. ഓ സോറി. ക്യാൻ ഐ കോൾ യു രഞ്ജൻ? യാ. ബിക്കോസ് ഐ കോൾ മൈ ഡോട്ടർ മനു, ദാറ്റ്സ് വൈ. മനുയുടെ ഫോട്ടോ കാണുന്നോ? മനോന്മണി. അവൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ളത്. ഷി ഹാസ് ഇൻ ദ കോളേജ്. ഏത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ? സ്വയബോധമുള്ളവർ ചെയ്യുന്ന കാര്യമാണോ ഇത്? സാറിൻ്റെ അടുത്ത പടം ആദിശങ്കരൻ, അത് ഓർമ്മ വേണം. പടത്തിൻ്റെ പൂജ പരസ്യങ്ങളും എല്ലാം ഒരുപോലെ വരണം. ആദിശങ്കരൻ്റെ ഗെറ്റപ്പിൽ സാറിൻ്റെ പടവിട്ട് അതിന് താഴെ കല്യാണം കഴിഞ്ഞും ബ്രഹ്മചാരി, മനോരഞ്ജൻ്റെ മന്മഥ ലീലകൾ എന്നെഴുതി വരും. ആദിശങ്കരൻ പകുതിക്ക് നിൽക്കും. അവസാനം ആ ഒരു ചീത്തപ്പേര് മാറ്റിയെടുക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതിന് മുമ്പ് ഇത് എവിടേക്കാ? ആദിശങ്കറിൻ്റെ അഡ്വാൻസ് എമൗണ്ട് തിരിച്ചു കൊടുത്തു. എന്താ? അതെന്തിനാ? എനിക്ക് ടൈമില്ല ഇപ്പം പടം ചെയ്യാൻ. എന്നാര് പറഞ്ഞു? 90 ദിവസം ഞാനൊരു കാൽ ഷീറ്റ് കൊടുത്തതാ. ആ 90 ദിവസവും എനിക്ക് വേറെ ജോലിയുണ്ട്. 90 ദിവസമോ? അതെന്ത് ജോലിയാ? വേറൊരു പടം ചെയ്യാനുണ്ട്. ആരുടെ കൂടെ? എൻ്റെ ഗുരുനാഥൻ ബാലചന്ദ്ര സാറിൻ്റെ ഒപ്പം. ഏതവനാ അതിൻ്റെ പ്രൊഡ്യൂസർ? ഞാൻ തന്നെ. ഓ ശരി. നിങ്ങളുടെ അമ്മായിച്ചൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നോ? അവർക്കറിയാവോ കാര്യങ്ങൾ? പിന്നെ നീ എൻ്റെ മാനേജറാണോ അങ്ങേരുടെ മാനേജറാ? അല്ല, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ആദ്യം. സാറിൻ്റെ മാനേജറാ. അപ്പോൾ വേഗം തന്നെ താൻ പോയി ബാലചന്ദ്ര സാറുമായി ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യും. അങ്ങേരുടെ സൗകര്യത്തിനനുസരിച്ച്. തനിക്ക് പറ്റുമോ ഇല്ലയോ? പറ്റും. അഡ്വക്കേറ്റിനോട് ഒരു വാക്ക്, ഒരു സംശയം ചോദിച്ചാ അത്ര തന്നെ. ഓക്കെ. ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട്.